ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് ജീവചരിത്രത്തെക്കുറിച്ചുള്ളതാണ്. ജീവചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ അധികവും മഹാന്മാരുടെയോ അല്ലെങ്കിൽ പ്രശസ്ത കവികളുടെയോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെയോ പ്രശസ്ത വ്യക്തികളുടെയോ ഒക്കെ ജീവചരിത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ എന്താണ് ജീവചരിത്രം എന്നതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഒരാളുടെ കഥ അയാൾ തന്നെ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ ആത്മകഥ എന്ന് പറയും. എന്നാൽ ഒരാളുടെ ജീവിതകഥ മറ്റൊരാളാണ് എഴുതുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവചരിത്രം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ജീവിതകഥ വേറൊരാൾ എഴുതുകയാണ്, അപ്പം അതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജീവചരിത്രം എഴുതേണ്ടത് ശരിക്ക് കാലഗണന ക്രമം അനുസരിച്ചാണ്. ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആരുടെ ജീവചരിത്രക്കുറിപ്പാണോ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ മേഖലകൾ, ജീവിത ചിത്രങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വിശദാംശങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ജനനം മുതൽ ജീവിത അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും സത്യസന്ധതയോടുകൂടിയും നമ്മൾ എഴുതിയിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള കൂട്ടിച്ചേർക്കലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. പറയുന്ന കാര്യം അത് സത്യമായിരിക്കണം എന്നതാണ് പ്രധാനം. അപ്പോൾ ജീവചരിത്രക്കുറിപ്പിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. അടുത്ത ഘട്ടം ആ വ്യക്തിയെക്കുറിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ കാലക്രമത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ഒരു ജീവചരിത്രക്കുറിപ്പിന് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ് ഒരു തലക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാഹിത്യകാരന്മാരുടെ ജീവചരിത്രക്കുറിപ്പാണ് എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും നമ്മൾ തലക്കെട്ടായിട്ട് എഴുതുക. ഇന്ന ആളുടെ ഇപ്പോൾ ONVയുടെ ആണെങ്കിൽ ONVയുടെ ജീവചരിത്രക്കുറിപ്പ് അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തലക്കെട്ട് നൽകി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആ വ്യക്തിയുടെ വ്യക്തിപരമായ വിശദാംശങ്ങളാണ് നൽകുക. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, അതുപോലെ ജനിച്ച വർഷം, തീയതി, മാസം, അതുപോലെ ജനിച്ച സ്ഥലം, അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ, കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് വിദ്യാഭ്യാസം. സ്കൂള്, കോളേജ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ, പഠിച്ചിട്ടുള്ള കോഴ്സുകൾ, ഇതൊക്കെ നമ്മൾ അതിൽ സൂചിപ്പിക്കാറുണ്ട്. ചില വ്യക്തികൾ ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നില്ല, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നമ്മളതിൽ ചേർക്കാനായിട്ട്. നാലാമതായിട്ട് നമ്മൾ ആരുടെ ജീവചരിത്രക്കുറിപ്പാണ് എഴുതുന്നത്, അവരുടെ ജോലി എന്താണ്, അവർ വഹിച്ച പദവികൾ എന്തൊക്കെയാണ്, അതുപോലെ സാഹിത്യകാരനാണെങ്കിൽ അവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് എന്നീ വിവരങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ചിലർക്ക് ഓരോ മേഖലകൾ വ്യക്തിമുദ്ര പതിപ്പിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ കഥ, കവിത, നിരൂപണം എന്നീ മേഖലകളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉൾപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ലഭിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ അവാർഡുകൾ, കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അങ്ങനെയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടാവും. ആ അവാർഡുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അടുത്തതായിട്ട് നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായിട്ട് എഴുതണം. അതിനുശേഷം ജീവചരിത്രം എഴുതുന്ന വ്യക്തിയുടെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഉണ്ടാവും, അതുപോലെ ആഹ്വാനങ്ങൾ ഉണ്ടാവും, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. അതായത് ചില രചനകളിലെ പ്രസിദ്ധ ഭാഗങ്ങൾ, വരികൾ, ഇവയൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. അവസാനമായിട്ട് വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും ഇല്ലേ? അപ്പോൾ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് ഒരാളുടെ എഴുതുകയാണെങ്കിൽ ഈ എഴുതുന്ന ആൾക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു വിലയിരുത്തൽ കുറിപ്പായിരിക്കണം അവസാനം തയ്യാറാക്കേണ്ടത്. അതായത് ഒരു വ്യക്തിയെക്കുറിച്ച്, അപ്പം നമ്മളൊരു വ്യക്തിയുടെ ജീവചരിത്രം എഴുതുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഏറ്റവും അവസാനം ജീവിച്ചിരിപ്പില്ല, ചിലരൊക്കെ അന്തരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അന്തരിച്ചവരാണെങ്കിൽ അവരുടെ മരിച്ച വർഷം, തീയതി അതൊക്കെ എഴുതുക. അതുപോലെ എന്തെങ്കിലും സ്മാരകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കതിൽ ഉൾപ്പെടുത്തി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ ചുരുക്കി എഴുതാൻ ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും എഴുതാതെ ചുരുക്കി എഴുതാൻ ശ്രദ്ധിക്കുക. ഭാഷ ലളിതമായ ഭാഷയിൽ, ആകർഷകമായ ഭാഷയിൽ, നല്ല ഘടനാ ശൈലിയിൽ, നല്ല പ്രയോഗങ്ങളിലൂടെയും ഉദ്ധരണികളിലൂടെയും ഒക്കെയാണ് നമുക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതി തയ്യാറാക്കാനായിട്ട്.
ജീവചരിത്രം എന്ന് പറയുന്ന ചെറിയ തോതിലുള്ള ഒരു വിശദീകരണം ഒന്നല്ല, മറിച്ച് വ്യക്തിത്വത്തെ വരച്ചു കാട്ടുന്ന ജീവിത അനുഭവങ്ങൾ ഉൾപ്പെടുത്തി എഴുതുന്നതാണ്. കെട്ടുകഥകളോ കൽപ്പിത കഥാപാത്രങ്ങളോ ഒന്നും തന്നെ ഈ ജീവചരിത്രത്തിൽ ഉണ്ടാവില്ല. ജീവചരിത്രത്തിൽ ഒരാൾ മറ്റൊരാളുടെ ജീവിത വൃത്താന്തമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജീവചരിത്രം അതുകൊണ്ട് തന്നെ ചരിത്രത്തോട് ഗാഢമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാലങ്ങളിൽ ചരിത്രം തന്നെ സമുന്നതരായ വ്യക്തികളുടെ ജീവിതകഥയോട് ബന്ധപ്പെടുത്തിയാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നീലകണ്ഠ ശാസ്ത്രി യേശുക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതി. തിരുവിതാംകൂറിലെ വിശാഖം തിരുനാൾ രാജാവിനെ ആസ്പദമാക്കി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ വിശാഖ വിജയം പദ്യരൂപത്തിലാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. അതും പ്രശസ്തമായ ജീവചരിത്രങ്ങളിൽ ഒന്നാണ്. ഇതുപോലെ മൂർക്കോത്ത് കുമാരൻ രചിച്ച ശ്രീനാരായണ ഗുരുസ്വാമി, AR രാജരാജവർമ്മയുടെ വലിയ കോയിത്തമ്പുരാൻ, കുന്നത്ത് ജനാർദ്ദന മേനോൻ എഴുതിയ കുമാരനാശാൻ, P അനന്തൻ പിള്ളയുടെ കേരള പാണിനി തുടങ്ങി ഒട്ടേറെ ജീവചരിത്രങ്ങൾ മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജീവചരിത്രത്തെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.